ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തി മേക്കറിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ പനീർ ബട്ടർ മസാലേൻ്റെ റെസിപ്പിയും റവ ഇഡ്ലിൻ്റെ ബാറ്റർ റെസിപ്പിയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലാസ്ക് ഒക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഞാൻ നാളെ രാവിലേക്കൊക്കെ റവ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നും ഉലുവയും കൂടി കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അരച്ചിട്ട് ബാറ്റർ ആക്കണം. ആദ്യം തന്നെ നമ്മൾ റവ ഇഡ്ഡലി ചെയ്യുമ്പോൾ ഞാൻ സാധാരണ 1:4 എന്നുള്ള റേഷ്യോയിലാണ് എടുക്കുക. അരക്കപ്പ് ഉഴുന്നാണ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുള്ളത്. അരക്കപ്പ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയും കൂടി കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണിത്. അരക്കപ്പ് ഉഴുന്നിന് 2 കപ്പ് റവ ആണ് ഇട്ടെടുക്കേണ്ടത്. വറുക്കാത്ത റവയാണ്, പച്ച റവ ആണ് ഇട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ മിക്സിൻ്റെ ജാർക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടിട്ടെ. ഞാൻ ചെയ്യുന്ന റേഷ്യോ ഇതാണ് കേട്ടോ. എല്ലാവരും എങ്ങനെ ചെയ്യാന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. റവൻ്റെ ഇഡ്ഡലി നല്ല തെരുതെരിപ്പായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ റവ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല പൊങ്ങി വരും ചിലപ്പോൾ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക, കുറച്ച് മാവുള്ളെങ്കിലും. പിന്നെ ഇതിലേക്ക് വറുക്കാത്ത റവയാണ് കേട്ടോ, പച്ച റവ. നമ്മൾ വറുത്ത റവയാണല്ലോ ഉപ്മാവിനൊക്കെ എടുക്കുക. ഇതല്ല, വറുക്കാത്ത റവയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കപ്പിന് അരക്കപ്പ് ഉഴുന്നാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കപ്പ് റവയാണ് കേട്ടോ. അപ്പോൾ ഈ ഉഴുന്ന് അരച്ചത് ഞാൻ ഒന്നും കൂടി ലൂസാക്കി കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ റവ നല്ലോണം വെള്ളം കുടിച്ച് ടൈറ്റ് ആവുമല്ലോ. അപ്പോൾ ഒന്നും കൂടി വെള്ളം ചേർത്ത് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഇഡ്ലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ട് വെക്കുക. ഉപ്പൊന്നും ചേർക്കണില്ല. ഉപ്പ് രാവിലെ ചേർക്കണുള്ളൂ കേട്ടോ, പുളിപ്പ് വരണ്ടെന്ന് കരുതിയിട്ട്. സാധാരണ നല്ലോണം പൊങ്ങാറുണ്ട്, ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെക്കുക. അത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചിലപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നാളത്തെ വ്ളോഗിൽ ഇടുകയാണെങ്കിൽ മാത്രമാണ് ഞാനിത് കാണിക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് കൂടെ ചോദിച്ചാൽ മതി. ഞാൻ പിന്നെ ഒരു ദിവസം ഇത് ഇഡ്ഡലി, ഈ ഒരു റവ ഇഡ്ഡലിൻ്റെ റെസിപ്പി ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇനി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഒരു വ്യൂവർ ചോദിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചപ്പാത്തി മേക്കറിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഞാൻ എന്തായാലും ചപ്പാത്തിയാണല്ലോ ഡിന്നറിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ വാങ്ങിയിട്ടുള്ള ചപ്പാത്തി മേക്കർ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരുപാട് കമൻസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് വീണ്ടും ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് ഓയിലും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ ഓപ്ഷണലാണ്. നമുക്ക് നല്ല സോഫ്റ്റ് കിട്ടണമെങ്കിൽ മാത്രം ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ടാണ്, ഇതിൻ്റെ ഡോ ഹുക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ മാവ് കുഴക്കാറുള്ളത്. അതേപോലെ തന്നെ നോർമൽ വാട്ടറാണ് ഇത് കുഴക്കുക, പൊടി കുഴക്കുക. നമ്മൾ ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളത്തിൽ കുഴച്ച പൊടി മാത്രമാണ് പറ്റുള്ളൂ കേട്ടോ, ചുടുവെള്ളത്തിൽ കുഴച്ച പൊടി പറ്റൂല. അപ്പോൾ കുറച്ച് ഒരു 10 മിനിറ്റ് മുന്നേ കുഴച്ച് വെച്ചാൽ മതി. എത്രയും ഇരിക്കണോ അത്രയും നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ മാവ് ഇങ്ങനെ ഡോ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും, പച്ചവെള്ളത്തിൽ കുഴക്കണ മാവായതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് അത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ ഞാനൊരു ആഴ്ച വരെയൊക്കെ വെച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമുക്കൊരു ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പരുവം, കയ്യിൽ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നല്ല ലൂസായിട്ടാണ് കുഴച്ചിട്ടുള്ളത്, ഭയങ്കര ലൂസല്ല. നിങ്ങളിത് കാണുന്നുണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് കുഴച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിക്ക് വരുള്ളൂ കേട്ടോ. വെക്കണം എന്നൊരു നിർബന്ധം മാറ്റി വെച്ചിട്ടുണ്ട്. വെക്കണമെങ്കിൽ വെക്കാം, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കിച്ചണിക്ക് വന്നാൽ മതി എന്നുള്ള ഐഡിയയിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ടോ ഞാൻ പോയിട്ട്. എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ പോയി. ഇനിയിപ്പോൾ ചപ്പാത്തി മേക്കർ ഞാൻ പ്ലഗ് ചെയ്യണ്ട. പ്ലഗ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പുറമൊക്കെ വെറ്റായ ക്ലോത്ത് കൊണ്ടൊന്ന് തുടച്ചു, ഉള്ളിൽ ടിഷ്യൂ കൊണ്ടൊന്ന് തുടച്ചു കേട്ടോ. ഇത് മതങ്കി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് കേട്ടോ, എല്ലാവരും ചോദിക്കാറുണ്ട്. മതങ്കി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഈ ഒരു ബ്രാൻഡിൽ 2 അഡാപ്റ്റർ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഓൺ ആക്കുമ്പോൾ രണ്ടും കത്തും.
പിന്നെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പച്ച ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ഇത് ഓഫ് ആവും കേട്ടോ. അത് ഓഫായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ചപ്പാത്തി ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പം തന്നെ ചപ്പാത്തി ഉണ്ടാക്കണില്ലെങ്കിൽ ഈ നോബ് ഒന്ന് തിരിച്ച് ഒന്ന് ചൂട് കുറച്ച് വെച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് പ്രസ് ചെയ്തതിൻ്റെ ശേഷം മാത്രം ചൂട് കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ചൂടാവാൻ ഒരു 3 മിനിറ്റ് ആവും. ആ ടൈം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഏത് കനത്തിലാണ് കട്ടിയിലാണ് ചപ്പാത്തി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് മാവ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ കനം കുറച്ച് ആണ് ഉണ്ടാക്കട്ടെ. നമ്മൾ കനം കുറച്ച് ഉണ്ടാക്കുമ്പോൾ വേഗം ആ ബോളായി വരുന്ന പൊട്ടി സ്റ്റീം പുറത്ത് പോകുന്നുള്ളൂ. എന്നാലും നമുക്ക് നല്ല കനം കുറഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ഒക്കെ റോളാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു പണിയേ ഉള്ളൂ കേട്ടോ പൊടിയിൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ പൊടി ബാക്കി എടുത്ത് വെക്കാം. നമുക്ക് ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒന്നാമത്തെ ഉപകാരം നമുക്ക് പരത്താനും റോളിങ് പിന്നിട്ട് പരത്താനും പൊടിയിൽ കുറേ കളിക്കാനും കുറേ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയേടാക്കാനൊന്നും നിൽക്കണ്ട. എളുപ്പമുണ്ട്. ഡോ ഉണ്ടാക്കി വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്തിട്ട് ചപ്പാത്തിയാക്കി എടുക്കട്ടോ. അപ്പോൾ ഏകദേശം ഒരു 7-8 ചപ്പാത്തി ഉണ്ട് കേട്ടോ ആ ഒരു മാവ് കൊണ്ട്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫായി നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡി ആയപ്പോൾ ഞാനൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് ചൂട്. നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഒരു ഒരു സ്റ്റീം ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന ഒരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അമർത്തൽ നിർത്തിയിട്ട് തുറക്കുക. എന്നിട്ട് പിന്നെ ഒന്ന് ശരിക്ക് ചൂടായതിൻ്റെ ശേഷം ഒന്നിങ്ങനെ തട്ടിച്ചു കൊടുക്കുക. നമ്മൾ പാനിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചട്ടകം കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുമല്ലോ, ആ ഒരു മെത്തേഡ് തന്നെ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കനം കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിയിട്ട് സ്റ്റീം പുറത്തേക്ക് പോകും കേട്ടോ. എന്നാലും നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും, മുഴുവനായിട്ട് പൊള്ളച്ചും വരും കേട്ടോ. നല്ല അടിപൊളിയാണ്. ഈ ഒരു ബ്രാൻഡിന് എനിക്ക് പറയാനുള്ളത് നല്ല ബ്രാൻഡാണ് മതങ്കി. ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഒരു 1.5 വർഷം ഒക്കെ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 1 വർഷം എന്തായാലും കഴിഞ്ഞു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ഈ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാനുള്ളത് എനിക്ക് നല്ല റിവ്യൂ ആണ്. ഇതാ ചപ്പാത്തി മുഴുവനായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കനം കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് സൈഡ് പൊട്ടി സ്റ്റീം പോകുന്നേ ഉള്ളൂ. മുഴുവനായിട്ട് 2 ലെയറായിട്ട് നല്ല പൊങ്ങി വരും, നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ. നമ്മൾ ചിലപ്പോൾ പച്ചവെള്ളത്തിൽ കുഴച്ചതാകുമ്പോൾ സോഫ്റ്റ് ഉണ്ടാവും എന്നൊക്കെ ഒരു സംശയമാണ് ചിലർക്ക്. അതൊന്നുമില്ല. നമ്മൾ എത്ര ഡോ സോഫ്റ്റായിട്ട് കുഴക്കണേ അതേപോലെ ഉണ്ടാവും കേട്ടോ. ഇതങ്ങനെ പൊങ്ങി ഇങ്ങനെ ബോളായിട്ട് പുറത്തേക്ക് വരും കേട്ടോ ചപ്പാത്തി. അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിത് ഈ ചപ്പാത്തി മേക്കിങ്ങിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇത് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ മുന്നേ. ഞാൻ അത് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ചോദിക്കുമ്പോൾ ഈ ഒരു സ്റ്റീം പുറത്തേക്ക് വന്ന് നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ഒരു ശബ്ദം വരും. ആ സമയം വരെ മാത്രമാണ് നമ്മൾ പ്രസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളിത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ പാനിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒന്ന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്ത് ചെറിയ ബോൾസ് വന്നതിന് ശേഷം പിന്നെയും മറിച്ചിട്ടിട്ട് നല്ല പൊള്ളനാക്കി എടുക്കുകയല്ലേ ചെയ്യുക. അതേ ഒരു മെത്തേഡ് തന്നെ കേട്ടോ. പിന്നെ 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ ലെവലിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റത്തെ പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് നല്ല ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ബാക്കിയുള്ള ചപ്പാത്തി മേക്കറിൻ്റെ റിവ്യൂ ഒന്നും എനിക്കറിയില്ല. ഇത് നല്ല പെർഫെക്റ്റ് ആണ് മതങ്കി. ഇതിനിങ്ങനെ ഒരു പാന് പോലത്തെ ഷേപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഞാൻ ആലു പറാത്ത ഉണ്ടാക്കുന്നതും ചീസ് പറാത്ത ഉണ്ടാക്കുന്നതും ഒക്കെ റെസിപ്പി ഇതിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ബട്ടറൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ സൈഡിൽ കൂടെ ഒഴുകുക ഒന്നുമില്ല കേട്ടോ. നമുക്ക് എഗ് പറാത്ത ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ റിവ്യൂ. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ ആമസോണിലാണ് വാങ്ങിയത്. 2300 രൂപയാണ് എനിക്കന്ന് റേറ്റ് വന്നത്. ഇപ്പോൾ എനിക്കറിയില്ല കേട്ടോ, നമുക്ക് പല ടൈമിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചപ്പാത്തി റെഡിയായി. ഇനിയിപ്പോൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കണം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഒക്കെ വീഡിയോസാണല്ലോ, വ്ളോഗാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഡിന്നർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏതൊരു വ്യൂവർ ചപ്പാത്തി മേക്കറിൻ്റെ റിവ്യൂ ഒന്നുകൂടി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഒന്ന് ഇതിൽ ഉൾക്കൊള്ളിച്ചത്. ഇപ്പോൾ വ്യൂസ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാട്ടോ എന്ത് തരം വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചുട്ടെടുത്ത ചപ്പാത്തി കണ്ടില്ലേ, നല്ല 2 ലെയറായിട്ട് നല്ല സോഫ്റ്റായിട്ട്
വരും കേട്ടോ. പച്ചവെള്ളത്തിൽ കുഴച്ചതാണെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റുള്ള ചപ്പാത്തിയാണ് കിട്ടുക. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ച ചപ്പാത്തി തന്നെ ഉണ്ടാക്കണം കേട്ടോ. ചുടുവെള്ളത്തിൽ കുഴച്ച ചപ്പാത്തിക്ക് വേറൊരു ടേസ്റ്റ് ആണല്ലോ. അതുപോലെയല്ല, പച്ചവെള്ളത്തിൽ കുഴച്ച ചപ്പാത്തിക്ക് വേറെ ടേസ്റ്റ് തന്നെയാണ്. ഞാൻ പറയില്ല, ഒന്നുകൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ബാറ്ററിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. സാധാരണ പച്ചവെള്ളത്തിൽ ഉപ്പും ഓയിലും ചേർത്തിട്ടാണ് ഞാൻ ഡോ തയ്യാറാക്കിയത് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ? പിന്നെ ഒരു വ്യത്യാസമുള്ളത്, ഞാൻ ഡോ ഹുക്ക് ഇട്ടിട്ടാണ്, എഗ് ബീറ്ററിൽ ഡോ ഹുക്ക് ഇട്ടിട്ടാണ് ഡോ ഉണ്ടാക്കിയത്. നല്ല സോഫ്റ്റ് ആയിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ റിവ്യൂ എനിക്ക് പറയാനുള്ളത്. എനിക്ക് നല്ല അഭിപ്രായമാണ്. പിന്നെ ഓരോരുത്തർ യൂസ് ചെയ്യുന്നതിനനുസരിച്ചുണ്ടാവും. ഈ പറഞ്ഞ രീതിയിലൊക്കെ യൂസ് ചെയ്താൽ പെർഫെക്റ്റ് ആവും കേട്ടോ. ഇപ്പോഴത്തെ കസിന് ഇതേപോലെ ചപ്പാത്തി മേക്കർ വാങ്ങിയിട്ട് ശരിയാവണില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ മുന്നേ ചെയ്ത വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അവൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നല്ല പെർഫെക്റ്റായി, നല്ല സൂപ്പറായി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ചപ്പാത്തി മേക്കറിൽ നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചൂടോടെ മൂടി വെക്കാതിരിക്കുക. തുറന്ന് വെച്ച് ചൂടാറിയതിൻ്റെ ശേഷം അതുപോലെ തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഏത് പ്രൊഡക്റ്റും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ ആയുസൊക്കെ. അപ്പോൾ ഇതാ ഇനി പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പനീർ എടുത്ത് വെക്കുന്നുണ്ട്. ബാക്കി ജിപ്ലോ കവറിൽ വെച്ചിട്ട് ഫ്രീസർക്ക് തന്നെ കൊണ്ടുവെക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ബാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഇതിലേക്ക് കാഷ്യൂനട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കസൂരി മേത്തി, 2 തക്കാളി, 2 വലിയ ഉള്ളി കേട്ടോ. പിന്നെ ഫ്രഷ് ക്രീം ഇതൊക്കെ ആവശ്യമുണ്ട്. ബട്ടർ ഇതൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ പനീറൊന്ന് സോട്ട് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഒരു പീസ് ബട്ടർ ഇട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അങ്ങനെയാണ് ടേസ്റ്റ്. അങ്ങനെ മസാലയിലിട്ട് വേവിച്ചാലും മതി, എന്നാലും ഇങ്ങനെ സോട്ട് ചെയ്തിട്ടിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വേ ഓഫ് മെത്തേഡാണ് കേട്ടോ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നത്. പലരും പല രീതിക്കും ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഈ ഒരു രീതിക്കാണ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. ട്രൈ ചെയ്ത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കൂടെ കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ 1 ക്യൂബ് ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാല ഉണ്ടാക്കാനുള്ളതൊക്കെ. അതിൽ കൂടെ 1 സ്പൂണ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമുക്ക് പനീർ സോട്ട് ചെയ്യാനുള്ള ബട്ടർ ഇവിടെ മെൽട്ടായിട്ടുണ്ട്. അതിലേക്ക് പനീർ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ മസാലക്കുള്ള ബട്ടർ ചൂടാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒനിയൻ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. 2 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കൊത്തി അരിയ കേട്ടോ. നമ്മളിത് ഉള്ളിയും കൂടെ അരച്ചിട്ടും ചെയ്യാറുണ്ട്. പക്ഷെ ഇതാണ് എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് 2 ഏലക്കായ, 1 പട്ടൻ്റെ കഷ്ണം, 1 ഗ്രാമ്പു, 2 ഗ്രാമ്പു ഒക്കെ കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് തക്കാളി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ചുവന്ന നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ കൂടെ ഒരു 10-12 കാഷ്യൂനട്ടും കഴുകിയിട്ട് അതും ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 12 എടുക്കുന്നുണ്ട്. ഇത് കഴുകിയിട്ട് ഇതും കൂടെ ഇതിൽ ചേർത്തിട്ട് തക്കാളിയിൽ ചേർത്തിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതും ചിലർ അരിച്ചിട്ട് ഒഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ തന്നെ ഒഴിക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതാ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾ എരിവിൻ്റെ ആവശ്യത്തിന് ചേർക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി എണ്ണയിലൊന്ന് മൂത്ത് റെഡിയായി വരട്ടെ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തക്കാളിൻ്റെയും കാഷ്യൂനട്ടിൻ്റെയും പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് എണ്ണ തെളിയണ വരെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം കേട്ടോ.
അപ്പോഴാണ് തക്കാളിൻ്റെയും കാഷ്യൂവിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ്, ആ റോ ടേസ്റ്റൊക്കെ മാറിയിട്ട് നല്ലൊരു ടേസ്റ്റുകൾ വരുള്ളൂ. ആ എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഈ ഒരു ജാറ് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ തെളിയണ വരെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. ആ ഒരു ബട്ടറൊക്കെ ഉണ്ടല്ലോ അതിങ്ങോട്ട് തെളിഞ്ഞ് ഒരു ഇത് വരും, മേലേക്ക് വരും കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറച്ച് കുറവാ തോന്നിയിട്ടോ, അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നാൽ നമുക്ക് ഒരു കുറച്ച് വെള്ളം, ഒരു അരക്കപ്പ് വെള്ളം ആ ഒരു ഇത് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കസൂരി മേത്തിയും ഞാൻ അതിൽ ക്രഷ് ചെയ്തിട്ട് കൊടുത്തു. ഈ പനീറും ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഒരു 4 ടീസ്പൂണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മേലെയും കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഫ്രഷ് ക്രീം ഇപ്പം അതിൽ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത് റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ഒരു സെർവിങ് ബൗൾക്ക് മാറ്റാം. ഇതെന്തായാലും ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പനീർ ബട്ടർ മസാല, പനീറൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണല്ലോ, നല്ല പ്രോട്ടീനാണ്. അപ്പോൾ നമുക്ക് കഴിക്കാനായാലും കുട്ടികൾക്കായാലും ഒക്കെ നല്ലതാണ്. അപ്പോൾ മേലെ കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് കസൂരി മേത്തി ഒരു ഭംഗിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് പനീർ കൊടുക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. നല്ല പ്രോട്ടീൻ ആണല്ലോ, നമുക്കും കഴിക്കുന്നത് നല്ലതാണ്. മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.